പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ 10 പ്രതികളെ വെറുതെ വിട്ട കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബം. ശിക്ഷാവിധിക്ക് ശേഷം മേൽക്കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. കേസിൽ പ്രതിഭാഗം അഭിഭാഷകനായ CK ശ്രീധരനെതിരെ ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണൻ രംഗത്ത് വന്നു. കേസിൽ താൻ നിയമോപദേശം നൽകിയിട്ടില്ല എന്നാണ് CK ശ്രീധരന്റെ മറുപടി. ഈ കേരളത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലെങ്കിൽ ഏറ്റവും തരംതാഴ രീതിയിൽ അയാൾ അധപ്പതിച്ച രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അയാൾ ഈ കേരളത്തിൽ വാദിച്ചതിൽ ഈ വക്കീൽ പണി എടുത്തതിന് ശേഷം ഇത്ര നീചമായ ഒരു പ്രവൃത്തി ചെയ്തൊരു വക്കീൽ, ഒരു മനുഷ്യത്വമില്ലാത്ത രീതിയിൽ നമ്മോട് കാട്ടിയ അതിനുള്ള ഒരു പ്രത്യേക ശിക്ഷയാണ് അയാൾക്ക് ഈ സമൂഹം കൊടുത്തിരിക്കുന്നത്. CK ശ്രീധരൻ നമ്മുടെ അടുത്ത് പോയി ഞാൻ ഇത്രയോ പടങ്ങൾ കാണിച്ചു തരാം. നമ്മളെ കൂടെ ഇരിക്കുന്നതും വേദി പങ്കിടുന്നതും അയാൾക്ക് പണം ഉണ്ടാക്കണം. പണം അത് ക്രിമിനൽ വാദം നടത്തി കഴിഞ്ഞാൽ മാത്രമേ പണം കിട്ടൂ. പക്ഷേ സത്യസന്ധമായി ഞങ്ങളെന്ന് വെച്ചാൽ കൂടിയ വലിയ പണമൊന്നും കിട്ടുമല്ലോ. ഇതേ മുൻകൂട്ടി കാണുന്നുണ്ടല്ലോ. അത് മുൻപേ ഈ സംഭവം നടന്ന ഉടനെ CBI വരുന്നു അറിയുമ്പോഴേ ഇവിടെ കച്ചവടം നടന്നു. പാർട്ടി വക്കീൽ എന്നുള്ള നിലക്ക് അയാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തതും. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഈ ആസിഫ് അലിയെ സമീപിക്കുന്നത്. കള്ളങ്ങൾ ആർക്കും എന്തെങ്കിലും പറയാം, അതിലെ പ്രവൃത്തി തന്നെ മനസ്സിലാകുന്നില്ലേ എല്ലാവർക്കും. കോൺഗ്രസ്സുകാരനായിരുന്ന എനിക്കെതിരെ അല്ലെങ്കിൽ KPCCയുടെ വൈസ് പ്രസിഡൻ്റായിരുന്ന എനിക്കെതിരെ സ്വാഭാവികമായും ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാടിൻ്റെ പേരിൽ തന്നെ അവർക്കുണ്ടാകുന്ന വൈരാഗ്യം നിങ്ങൾക്കും ഊഹിക്കാവുന്നതാണ്. നിയമോപദേശം ഒരിക്കലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിയമോപദേശത്തിന് ബന്ധപ്പെട്ടവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും ആളുകളോ എന്നെ സമീപിക്കുകയോ ഞാൻ കേസ് കാര്യങ്ങൾ ഒരിക്കലും ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇതിനിടെ കേസ് നടത്തിപ്പിൽ കോൺഗ്രസിന് വീഴ്ച സംഭവിച്ചുവെന്ന് മുൻ KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ കുറ്റപ്പെടുത്തി. ബാലകൃഷ്ണൻ പെരിയ പറയുന്നതും CPM പറയുന്നതും ഒരേപോലെയാണ് എന്ന് DCC പ്രസിഡന്റ് PK ഫൈസലിന്റെ മറുപടി. കോൺഗ്രസ് നേതൃത്വം ഈ കേസിനെ വേണ്ടുന്ന രീതിയിൽ ശക്തമായിട്ട് പിന്തുണച്ചിട്ടില്ല എന്ന അഭിപ്രായമാണ് എനിക്ക് അന്നും ഇന്നുള്ളത്. കാരണം ഒരു ചെറിയ കാശിന് വേണ്ടി പോലും 1000 വട്ടം പല നേതാക്കന്മാരെയും വിളിക്കേണ്ട ഗതികേട് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളുടെ വേദന അത് അതികഠിനമായിട്ടുള്ള വേദനയാണ്. ബാലകൃഷ്ണൻ പെരിയക്ക് എന്തും പറയാം. ബാലകൃഷ്ണൻ പെരിയ പറയുന്നത് മനസാക്ഷിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് ബാലകൃഷ്ണൻ പെരിയ പറയുന്നത്. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള വലിയ ഒരു പ്രവർത്തനങ്ങളുമായാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. അതിൻ്റെ വിജയമാണ് കുടുംബം ഉൾപ്പെടെ. പിന്നെ ബാലകൃഷ്ണൻ പെരിയ പറയുന്നതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. നേതാക്കൾ ഉൾപ്പെടെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടും പെരിയ ഇരട്ടക്കൊലക്കേസിൽ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് ആവർത്തിക്കുകയാണ് CPIM. കേസിൽ നിയമപരമായ നടപടികൾ മാത്രമാണ് ഉണ്ടായതെന്നാണ് CPIMന്റെ വാദം. വരട്ടെ, എല്ലാം കൂടി വരട്ടെ. നീ പറയാം 3-ാം തീയതിക്ക് ശേഷം പറയാം കേട്ടോ. വിധി വരട്ടെ. ഇതിൽ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല. പാർട്ടിയുടെ ഒരു പിന്തുണയോടുകൂടി നടന്ന കൊലപാതകവുമല്ല. ഇതിൽ പ്രതികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് ശക്തമായിട്ടുള്ള നിലപാടാണ് പോലീസ് ആരംഭം മുതൽ എടുത്തിട്ടുള്ളത്. അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അരുൺ, ഈ പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഉടൻ തന്നെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയതാണ്. ഈ കേസ് അന്വേഷണത്തിലും ഒപ്പം തന്നെ ഇപ്പോൾ വന്ന വിധിക്കെതിരെയും അവർ പറഞ്ഞിരുന്നു. എന്തായാലും ഇതിലിപ്പോൾ മേൽക്കോടതിയെ സമീപിക്കാൻ കുടുംബം തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതോടൊപ്പം ചില വിവാദങ്ങൾ കൂടി കോൺഗ്രസിൽ ഉയർന്നു വരുന്നുണ്ടല്ലോ. അത് ഏതു തരത്തിലാണ്? ഒപ്പം CPM ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അവരുടെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അതായത് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പ്രതിപട്ടികയിൽ ഉണ്ടായിട്ട് പോലും ആ വാദങ്ങളെല്ലാം തള്ളുകയാണ് CPIM. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രവിധ, കൊച്ചിയിലെ CBI കോടതി പെരിയ ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട 14 പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. ഇതിലെ CPIMന്റെ ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, ഉദുമ ഏരിയ സെക്രട്ടറി ആയിരുന്ന K മണികണ്ഠൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികളാണെന്ന് കണ്ടെത്തിയിരുന്നു. 10 പ്രതികൾ, ഈ CBIയും ക്രൈംബ്രാഞ്ചും പ്രതിപട്ടികയിൽ ചേർത്ത 10 പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കി വെറുതെ വിടുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് 3-ാം തീയതി വിധി പറയാനിരിക്കെയാണ് ഇപ്പോൾ കുടുംബവും അതുപോലെ തന്നെ ഇരു രാഷ്ട്രീയ പാർട്ടികളും നിലപാടുമായി രംഗത്ത് വരുന്നത്. ഈ 10 പ്രതികളെ വെറുതെ വിട്ടത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നൊരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും കുടുംബം. ഈ 10 പേരും
ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നേരിട്ട് പങ്കെടുക്കുകയോ ഗൂഢാലോചനയിൽ പങ്കെടുക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് കുടുംബം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതിന് സാക്ഷികളും തെളിവുകളുമൊക്കെ കൃത്യമായി കോടതിയിൽ എത്തിച്ചതാണ്. പക്ഷേ എന്താണ് ആ പ്രതികളെ വെറുതെ ഈ കുറ്റക്കാരല്ലെന്ന് കോടതി കണക്കാക്കാൻ കാരണമെന്നാണ് ഇപ്പോൾ കുടുംബം ചോദിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട 3-ാം തീയതി ഒരു അന്തിമ വിധി വന്നതിന് ശേഷം ഈ വിധിപ്പകർപ്പ് ലഭിച്ചതിന് ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്ന് കുടുംബം അറിയിച്ചിട്ടുണ്ട്. മേൽക്കോടതിയെ സമീപിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കുടുംബം കടക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം മറ്റൊരു വിവാദം ഉയർന്നു വരുന്നത് ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസ് പാർട്ടി യാതൊന്നും ചെയ്തിട്ടില്ലെന്നാണ് മുൻ KPCC സെക്രട്ടറി കൂടിയായ ബാലകൃഷ്ണൻ പെരിയ ചൂണ്ടിക്കാണിക്കുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ സുധാകരനും അല്ലാതെ മറ്റൊരു കോൺഗ്രസ് നേതാവും ഒരു നയാ പൈസ പോലും ഈ പെരിയ കേസ് നടത്തുന്നതിന് വേണ്ടി ചെലവാക്കിയിട്ടില്ല. പ്രത്യേകിച്ച് കാസർഗോഡ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട ഈ കേസ് നടത്തിപ്പിനായി ഒരു ചെലവും നൽകിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. എറണാകുളം DCC ഈ കുടുംബത്തിന് താമസിക്കാൻ റൂമും അതുപോലെ തന്നെ ഭക്ഷണവും ഏർപ്പാട് ചെയ്തതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറായില്ല എന്നാണ് ബാലകൃഷ്ണൻ പെരിയ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ അത് തള്ളിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവമില്ല. ബാലകൃഷ്ണൻ പെരിയയ്ക്കും CPM-നും ഒരേ വാക്കുകളാണ്, അവർ പ്രയോഗിക്കുന്നത് ഒരേ വാചകങ്ങളാണെന്ന് DCC പ്രസിഡന്റ് പറയുന്നു. ഈ സത്യനാരായണൻ മരിച്ച ശരത് ലാലിൻ്റെ പിതാവ് സത്യനാരായണൻ CK ശ്രീധരനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം. CK ശ്രീധരൻ ആദ്യഘട്ടം മുതൽ തന്നെ കുടുംബത്തിലെത്തിയിരുന്നു. തുടർന്ന് വിവരങ്ങളൊക്കെ തന്നെ ശേഖരിച്ചു. കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും കുടുംബത്തിൽ വന്ന് ഈ അവർക്ക്, അതായത് അവരെ കൊലപ്പെടുത്തിയ പ്രതികൾക്ക് തൂക്കുകയർ വാങ്ങി നൽകാമെന്ന് CK ശ്രീധരൻ ഉറപ്പ് നൽകി. പക്ഷേ എന്തുകൊണ്ടാണ് CK ശ്രീധരൻ ഈ പ്രതിഭാഗത്തേക്ക് മാറിയത്? അത് പണമാണ് പ്രശ്നം. അതിന് മുഖ്യമന്ത്രി പണം നൽകിയെന്നാണ് ഇപ്പോൾ സത്യനാരായണൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്തായാലും വലിയ വിവാദങ്ങളിലേക്ക് കടക്കുന്നു. ഒപ്പം CPM-ഉം നിലപാട് തുറന്നു പറയുന്നു. ഈ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള ആളുകളെ രക്ഷപ്പെടുത്തും, അതിനുവേണ്ടി നിയമപരമായ പോരാട്ടം നടത്തും. 3-ാം തീയതിക്ക് ശേഷം അത് കാണാമെന്നാണ് CPM നേതാക്കളും പറയുന്നത്. പ്രവിധ, ശരി, 3-ാം തീയതി ശിക്ഷാവിധി പ്രസ്താവിക്കും. അതിനുശേഷം കൂടുതൽ നടപടികൾ എങ്ങനെയാകുമെന്ന് കാണാമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അരുൺ പാറക്കിലാണ് വിവരങ്ങൾ നൽകിയത്.